നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലിയോ 14 മാർപ്പാപ്പയുടെ ഉറുഗ്വേ സന്ദർശനത്തിന് മുന്നോടിയായി രാജ്യത്ത് ഡിജിറ്റൽ ക്യാമ്പയിന് തുടക്കം. രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദവും പ്രതീക്ഷകളും നേരിട്ട് മാർപ്പാപ്പയിലേക്ക് എത്തിക്കുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. മാർപ്പാപ്പ രാജ്യത്ത് എത്തുന്നതിനു മുമ്പ് അവിടുത്തെ വിശേഷങ്ങളും ജനങ്ങളുടെ ജീവിത അനുഭവങ്ങളും വികാരങ്ങളും പാപ്പയെ അറിയിക്കാൻ കത്തോലിക്ക സഭയും യുവജന കൂട്ടായ്മയും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയും ഇടവകകൾ മുഖേനയും പൊതുജനങ്ങൾക്ക് തങ്ങളുടെ സന്ദേശങ്ങൾ ഇതിലൂടെ രേഖപ്പെടുത്താം. ശേഖരിക്കുന്ന സന്ദേശങ്ങൾ ക്രോഡീകരിച്ച് ഡിജിറ്റൽ പുസ്തക രൂപത്തിലോ വത്തിക്കാൻ പ്രതിനിധികൾ വഴിയോ നേരിട്ട് മാർപ്പാപ്പയ്ക്ക് കൈമാറാനാണ് സംഘാടകരുടെ തീരുമാനം. ലോകമെമ്പാടും മതസ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭയ്ക്കും യൂറോപ്യൻ കൗൺസിലിനും നിവേദനം നൽകാനൊരുങ്ങി കത്തോലിക്ക സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ്. ഇതിന്റെ ഭാഗമായി ആഗോളതലത്തിൽ സംഘടന ഒപ്പുശേഖരണ ക്യാമ്പയിന് തുടക്കമിട്ടു. മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ പേരിൽ പീഡനങ്ങൾ നേരിടുന്ന ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുക, മതസ്വാതന്ത്ര്യം അടിസ്ഥാന മനുഷ്യാവകാശമാണെന്ന് ഓർമ്മിപ്പിക്കുക, ന്യൂനപക്ഷ സമുദായങ്ങൾ നേരിടുന്ന വിവേചനങ്ങളും പീഡനങ്ങളും അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടുക, മതസ്വാതന്ത്ര്യം ലംഘിക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങളും ആവശ്യങ്ങളും. ലോകമെമ്പാടുമുള്ള വിശ്വാസികളിൽ നിന്നും മനുഷ്യാവകാശ പ്രവർത്തകരിൽ നിന്നും ശേഖരിക്കുന്ന ഒപ്പുകൾ UN-ന്റെയും യൂറോപ്യൻ കൗൺസിലിന്റെയും ഉന്നത പ്രതിനിധികൾക്ക് കൈമാറും. ബംഗ്ലാദേശിൽ കത്തോലിക്ക ഭൂരിപക്ഷമുള്ള ഗോത്രവർഗ ഗ്രാമത്തിന് നേരെയുണ്ടായ അക്രമത്തിലും കൊള്ളയിലും തലസ്ഥാനമായ ധാക്കയിൽ പ്രതിഷേധം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നാരോപിച്ച് ഗോത്രവർഗ വിദ്യാർത്ഥികളും യുവജനങ്ങളും നാഷണൽ മ്യൂസിയത്തിനു മുന്നിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. അക്രമികൾ വീടുകൾ തകർക്കുകയും പണം, വളർത്തുമൃഗങ്ങൾ, ധാന്യങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ കൊള്ളയടിക്കുകയും ചെയ്തു. ഏകദേശം $32,000 നഷ്ടമുണ്ടായതായി പ്രാദേശിക വികാരി ഫാദർ ലോറൻസ് റെബേറോ വ്യക്തമാക്കി. സഭയുടെ നേതൃത്വത്തിൽ ആക്രമണത്തിന് ഇരയായവർക്ക് ആവശ്യമായ ഭക്ഷണവും അവശ്യവസ്തുക്കളും എത്തിച്ചു നൽകി. ഷിക്കാഗോ മോർട്ടൺ ഗ്രോവ് സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിൽ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ വിപുലമായി ആഘോഷിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് പതാക ഉയർത്തൽ, സിമിത്തേരി സന്ദർശനം, യുവജന ദിനം, വചന സന്ദേശങ്ങൾ, കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു. പ്രധാന തിരുനാൾ ദിനം ആഘോഷമായ റാസ കുർബാനയും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത വർണ്ണാഭമായ പ്രദക്ഷിണവും സ്നേഹവിരുന്നും ലേലവും നടന്നു. ഇടവക വികാരി ഫാദർ സിജു മുടക്കോടിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് മാവേലി പുത്തൻപുര, മോൺസിഞ്ഞോർ ഫാദർ തോമസ് മുളവനാൽ എന്നിവരുടെ നേതൃത്വത്തിൽ ചടങ്ങുകൾ നടന്നു. പള്ളിയിലെ മുൻകാല പാരിഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായിരുന്നു ഈ വർഷത്തെ തിരുനാൾ പ്രസിദ്ധേന്തിമാർ. അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹത്തിൽ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞു. തോട്ടുമുഖം ജനറേറ്റിൽ CST സഭാ അംഗവും ആലുവ ലിറ്റിൽ ഫ്ലവർ മൈനർ സെമിനാരി റെക്ടറുമായ റവറന്റ് ഫാദർ ഫ്രാൻസിസ് ചിറ്റനപ്പിള്ളിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. 1936 മെയ് 7 STയുടെ ഡയറക്ടർ ജോർജ് വെല്ലിയറമ്പത്ത് അച്ഛനാൽ സ്ഥാപിതമായ മർത്താസ് സഹോദരിമാരുടെ നവതി ആഘോഷങ്ങളും ഈ ദിനത്തിൽ നടത്തപ്പെട്ടു. സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ മദർ ലിസ് ഗ്രേസ് ചടങ്ങിൽ സന്ദേശം നൽകി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആശംസാ സമ്മേളനവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചിരുന്നു. വൈകിട്ട് 6 മണിക്ക് 100ഓളം അതിഥി തൊഴിലാളികളുടെ സംഗമം ആഘോഷങ്ങൾക്ക് വേറിട്ട മുഖം നൽകി. തൊഴിലാളി സഹോദരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും സന്യാസ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾ കോർത്തിണക്കിയ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.